നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ യോഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇന്നല്ല തുടങ്ങേണ്ടത്, ഇന്നലെ തുടങ്ങണം. ഇന്നലെ കോട്ടയത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെ ഈ പറയുന്ന എസ് എൻ ഡി പി യൂണിയനുകളുടെ ഒരു സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസംഗം കേരളത്തിലെ പല പത്രങ്ങളും കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ഇംഗ്ലീഷ് പത്രം വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് പുറമെ ചില കാര്യം പറഞ്ഞിട്ടുണ്ട് അയാൾ. അത് പറഞ്ഞത്, മലപ്പുറത്ത് പോയിട്ട് ഞാനൊരു പ്രസംഗം നടത്തി, അതിന്റെ പേരിൽ എല്ലാവരും എന്നെ ആക്രമിച്ചു, പക്ഷെ സഖാവ് പിണറായി വിജയൻ അത് ഇടപെട്ടപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിഷലിപ്തമായ, ഒരുപക്ഷെ ഇന്ന് നടത്തിയ പ്രസംഗത്തെക്കാൾ ചീത്തയായ ഒരു പ്രസംഗം നടത്തിയിട്ട് എങ്ങനെയാണ് പിണറായി വിജയൻ ഇയാളെ ജാമ്യത്തിലെടുക്കുന്നത് എന്ന് കേരളം കണ്ടതാണ്. അതിന്റെ പ്രതിഫലനം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ബെനിഫിഷ്യറി ഈ പറയുന്ന CPM ആണ് വെള്ളാപ്പള്ളിയെ സ്പോൺസർ ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് വ്യക്തമാകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എത്ര കാലമായി പിണറായി വിജയൻ ഈ CPM-നെ, അത് മാത്രമല്ല എന്തെല്ലാം കണക്കുകളാണ് പറയുന്നത്. ഈഴവ സമുദായത്തിന് പിണറായി വിജയന്റെ അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈഴവ സമുദായത്തിന് ഒരിക്കലും മുഖ്യമന്ത്രി ഉണ്ടാവുകയില്ല, ഇങ്ങനെയൊക്കെ പറയാണ്. ഇതിനെയൊക്കെ നേരിട്ട് തന്നെ, കാരണം CPM-നകത്ത് ആളുകളെയൊക്കെ ജാതി വെച്ചിട്ടാണോ മുഖ്യമന്ത്രിയുടെയൊക്കെ കസേരയിൽ, മന്ത്രിമാരുടെ കസേരയിൽ ഇരുത്തുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ CPM-നെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന് പറയുന്നത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഈഴവരായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകാൻ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ. അതിനെയൊക്കെ എന്തുകൊണ്ടാണ് CPM-കാർ ചെറുക്കാത്തത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഞാനിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ചർച്ചകളിലും നിങ്ങളുടെ ചാനലിലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. കേരളത്തെ ഈ നിലയിൽ വേറൊരു വഴിക്ക് കൊണ്ടുപോയിട്ട് കേരളത്തെ തീപിടിപ്പിച്ചിട്ട് അധികാരം കൊയ്യാനുള്ള ഒരു പ്രോജക്റ്റ് കേരളത്തിൽ നടക്കുന്നതിന്റെ സൂചനകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗവർണർ വന്നിട്ട് എന്തായത്, ഗവർണർ വന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന RSSകാർക്ക് മാത്രം ആവശ്യമുള്ള ഒരു ഭൂപടവും ഒരു ഭാരതാംബയെയും സൃഷ്ടിച്ചിട്ട് അതെന്ത് സംഭവിച്ചു നോക്കൂ നിങ്ങൾ. വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരത്തിന് പുറപ്പെട്ടു, ഇപ്പൊ ഒത്തുതീർന്നില്ലേ അത്? മോഹൻ കുന്നുമ്മൽ RSS ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ മോഹൻ കുന്നുമ്മലിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ പ്രശ്നം ഈ മന്ത്രി തന്നെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഒത്തുതീർപ്പാക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടില്ലേ. ഗവർണർ ഉണ്ടായിരുന്നു ഡൽഹിയിൽ, പിണറായി ഉള്ള ദിവസങ്ങളിൽ ഗവർണറും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കാൻ എല്ലാ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ ഈ നിലയിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, സംഘപരിവാരവും CPM-ഉം തമ്മിൽ പലതരത്തിലുള്ള ഇണക്കങ്ങളിലൂടെ പോവുകയാണ്. ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചാണ്, രവാഡ ചന്ദ്രശേഖരനെ പോലെ CPM-കാർ പ്രതിക്കൂട്ടിൽ നിർത്തിയ, കൊലയാളി എന്ന് വിളിച്ച, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നിയമസഭാ പ്രസംഗത്തിൽ പോലും കൊലയാളി എന്ന് വിളിച്ച ഒരാളെ DGP-യുടെ ഈ പറയുന്ന സീനിയോറിറ്റി പട്ടികയിൽ 2ാം സ്ഥാനത്തായിട്ട് പോലും അയാളെയാണ് പോസ്റ്റ് ചെയ്തത്. എന്താ പോസ്റ്റിങ്ങിന്റെ രഹസ്യം? ഈ മനുഷ്യൻ ഇന്റലിജൻസ് ബ്യൂറോയിലെ 2ാം സ്ഥാനക്കാരനായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള കേന്ദ്ര ഏജൻസികളിലെ പോസ്റ്റിങ്ങിന്റെ സ്വഭാവത്തെക്കുറിച്ച്, ഈ കഴിഞ്ഞ 11 വർഷമായി നടക്കുന്ന പോസ്റ്റിങ്ങിന്റെ സ്വഭാവത്തെക്കുറിച്ച് കേരളത്തില് ഈ പറയുന്ന പത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമല്ലേ. RSS ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ്, സംഘപരിവാരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഓരോ സ്ഥാനത്തും ഒരാളെ കൊണ്ടിരുത്തുന്നത്. ആ രവാഡയെ എന്തുകൊണ്ട് നിതിൻ അഗർവാളിന് ഈ പ്രൊമോഷൻ ലിസ്റ്റിൽ 1ാം സ്ഥാനക്കാരനായിട്ടുള്ള നിതിൻ അഗർവാളിനെ എന്തുകൊണ്ട് തഴഞ്ഞു? 3ാം സ്ഥാനക്കാരനായിട്ടുള്ള യോഗേഷ് മേത്ത എന്തുകൊണ്ട് തഴഞ്ഞു? ഇതൊക്കെ കേരളത്തിന്റെ മുമ്പിലുള്ള ചിത്രമാണ്. ഒരു ഗവർണർ വരുന്നു, ഗവർണറുടെ കൂടെ ഭാരതാംബ വരുന്നു, ഭാരതാംബയെ കുറിച്ചൊരു കൃത്രിമമായ തർക്കം ഉണ്ടാകുന്നു, അത് ഒത്തുതീരുന്നു. ഈ പറയുന്ന VC, മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന VC RSS സംഘപരിവാരാണെന്ന് പറയുന്നു, അയാളെ വിളിച്ചു, പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തുന്നു. ഓരോ ദിവസവും വളരെ വിഷലിപ്തമായിട്ടുള്ള കേരളത്തിലെ 2026-ലാണ് തെരഞ്ഞെടുപ്പ്, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനത് കുറേ ആഴ്ചകളായിട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് മീഡിയ വണ്ണോടും അതാ പറയാനുള്ളത്. വളരെ വിജിലന്റ് ആയിട്ട് ഈ പ്രോജക്റ്റിനെ പൊളിക്കാൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ കേരളം അനുഭവിക്കേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ PC ജോർജിനെയൊക്കെ ഇത്തരം പ്രസംഗം നടത്തിയപ്പോൾ കേസെടുത്തുമല്ലോ. എന്താ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാത്തത്? ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ വെള്ളാപ്പള്ളി? എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ?
വെള്ളാപ്പള്ളി ഇന്നത്തെ പ്രസംഗം കേട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ടാണ് വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് എന്ന് പറയുന്നത് കേട്ടു ഇവിടെ. അപ്പൊ വെള്ളാപ്പള്ളി ഈ പറയുന്ന നിലമ്പൂരിൽ പ്രസംഗിച്ചതോ? ഇന്നലെ കോട്ടയത്ത് പ്രസംഗിച്ചത് എന്നാലും കോട്ടയംകാരനായിട്ടുള്ള മന്ത്രിക്ക് അറിയാത്ത കാര്യമാണ്. കോട്ടയത്തെ പത്രങ്ങളിൽ വന്നിട്ടാവില്ലേ രാവിലെ? ഇന്നലെ പ്രസംഗിച്ചതാണ്. മലപ്പുറത്തെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞ വളരെ ശരിയാണ്. അന്ന് എന്നെ എല്ലാവരും കൂടി ശരിപ്പെടുത്താൻ വന്നു, പിണറായി എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞതാണല്ലോ. അത് അവിടുത്തെ കോട്ടയത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലോ. കണ്ണൂരിലെ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് മീഡിയ വണ്ണ് പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപക്ഷെ ന്യൂനപക്ഷ മത താല്പര്യങ്ങളുമായിട്ട് എങ്ങും ചേർന്ന് പോന്ന ഹിന്ദുത്വ ഫാസിസത്തിന്റെ ഒരു ഭീഷണിയിലാണ് ഇന്ത്യയും അതിന്റെ ഭാഗമായിട്ടുള്ള കേരളം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഒന്നിച്ചിറങ്ങി ഇതിനെ തോൽപ്പിക്കാൻ പുറപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന സൗമനസ്യത്തിന്റെ പുറത്തുനിന്ന് നേരിടാൻ പുറപ്പെട്ടാൽ തീർന്നു പോകും കേരളം. കാരണം അധികാരത്തിനെ കുറിച്ച് മാത്രം താല്പര്യമുള്ള ഒരു ഭരണ പാർട്ടിയും സംവിധാനമാണ് നിൽക്കുന്നത്. CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയില്ലേ കേരളത്തിൽ, വലിയ എല്ലാറ്റിൻ്റെയും കുത്തക പേർന്ന പാർട്ടിയല്ലേ, ശുദ്ധമായ കമ്മ്യൂണിസത്തിന്റെ പാർട്ടിയല്ലേ. എന്താ വെള്ളാപ്പള്ളിയെ കുറിച്ച് മിണ്ടാത്തത്? വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി ആയില്ലേ? എന്താ അതിന്റെ ജനറൽ സെക്രട്ടറി? വലിയ ബുദ്ധിജീവിയായിട്ടുള്ള സെക്രട്ടറി ഒന്നും കാണുന്നില്ല നമ്മള്. ഈ ഒരു പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുക സ്നേഹിത കേരളത്തിൽ. CPI നിലപാട് അങ്ങേയറ്റം വഞ്ചനാപരമാണെന്നുള്ള അഭിപ്രായം ആവർത്തിച്ച് പറയുകയാണ് താങ്കൾ.